എന്തുവാടി ഇവിടെ സോറി എടി എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. എന്തോന്ന്? നമ്മുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നാ എന്റെ വിചാരം? നമ്മുടെ അമ്മയ്ക്ക് എന്തോ പറ്റേ? കൈ വയ്യാത്തോണ്ട് അച്ഛൻ നോക്കുന്നു. കൈവയ്യ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കുന്നു. ഇടി നമ്മുടെ അമ്മയ്ക്ക് കൈക്ക് ഒരു കുഴപ്പമില്ല. എന്നിട്ട് പോടി, നീ കണ്ടില്ലേ ഇന്ന് വീണ് കിടന്നത്? പാവം. ഇടി നമ്മളൊക്കെ മണ്ടിമാര്. അമ്മ നൈസായിട്ടൊരു അടവിറക്കിയതാ. റിങ്കി നമ്മ രാവിലെ മറ്റേ ഷീബാൻഡിന്റെ കാര്യമൊക്കെ അമ്മയിരുന്ന് പറഞ്ഞോണ്ടിരുന്നില്ലേ? പറഞ്ഞു. അപ്പൊ അമ്മ അവസാനം പറഞ്ഞില്ലേ ഇങ്ങനെ അച്ഛനും ഇങ്ങനെയൊക്കെ ആവോ, എന്റെ അടുത്ത് സ്നേഹം ഇല്ലാണ്ടാവൂ എന്നൊക്കെ പറഞ്ഞില്ലേ? ഓ പറഞ്ഞു. അപ്പൊ നമ്മള് മൂപ്പിച്ചല്ലോ. നമ്മള് നൈസായിട്ട് നെരിയേറ്റി അതങ്ങ് ഏറ്റു. എന്നിട്ട് എന്താന്നോ, എന്നിട്ട് നൈസായിട്ട് അച്ഛന്റെ സ്നേഹം ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി അമ്മ കാണിച്ചൊരു അടവാണിത്. അതാണ് അവിടെ വീണ് കിടക്കണ പോലെ ക്യാച്ച് കാണിച്ചു. അയ്യോ മക്കളെ ഓടിവാ റിങ്കി പിങ്കി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചില്ലേ? എല്ലാ അടവ്. കള്ളി എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളി. അമ്പടി മണിക്കുട്ടി, ആള് കൊള്ളാലോ. കൈക്കൊന്നും പറ്റില്ല, കാലിനൊന്നും പറ്റില്ല. എന്ത് ഒറിജിനാലിറ്റി ആയിരുന്നല്ലേ അഭിനയം. ഞാൻ ഷീബാൻഡി വിളിക്കുന്ന കേട്ടിട്ടാണ് ഞാനിത് അറിഞ്ഞേ. അവർ സംസാരിക്കുന്നത് ഷീബാൻഡി നൈസായിട്ട് വിളിച്ചിട്ട് എന്തൊക്കെയാ പറയുന്നത് കേട്ടോ. എന്തോ എന്റെ പിള്ളേര് പറഞ്ഞു എന്റെ ഭർത്താവിന് എൻ്റെ അടുത്ത് സ്നേഹം ഇല്ലാന്ന്. അങ്ങനെ ഞാൻ നൈസായിട്ട് വീണ് ഒരു പ്രയോഗിച്ചു. അപ്പോഴേക്കും എന്റെ ഭർത്താവ് ഹാഫ് ഡേ ലീവ് എടുത്ത് ഓടി വന്നു, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു, വാരി തന്നു പറഞ്ഞ ഭയങ്കര പൊങ്ങച്ചായിരുന്നു. ഓഹോ, അമ്പടി കള്ളി മണിക്കുട്ടി. അപ്പൊ ഇതൊക്കെ അഭിനയായിരുന്നല്ലേ? പിന്നെ അല്ലാണ്ട് ഓസ്കാർ കൊടുക്കണം. അഭിനയായിരുന്നു. ഞാൻ നന്നായിട്ട് വിശ്വസിച്ചു പോയി. ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിശ്വസിച്ചു പോയി. ഓഹോ കള്ളി, എന്തായാലും ചോദിച്ചിട്ടെന്നെ കാര്യം. അങ്ങനെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചോദിക്കാൻ പാടില്ല. അമ്മ എന്തായാലും നമുക്ക് ഇത്രയും പണി ഇങ്ങോട്ട് വന്നതല്ലേ, തിരിച്ചൊരു പണി കൊടുക്കണോ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ആദ്യം നമുക്ക് അച്ഛൻ്റെ അടുത്ത് കാര്യം പറയാം. അച്ഛൻ്റെ അടുത്ത് എന്ന് പറയാം അമ്മ കാണിച്ചു മൊത്തം അഭിനയാണെന്ന്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് പണി തിരിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്? ഓക്കെ. മണി, ഇവിടെ തണലല്ലേ, അങ്ങോട്ട് വിരിച്ചാലോ വെയിലത്ത്? അത് വേണ്ടല്ലോ കേട്ടോ. അതെ, നരച്ചു ഇവിടെ മതി, തളർത്തു മതി കേട്ടാ. നാളെ മുതൽ ഈ പണിയൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ. വേണ്ട വേണ്ട, നീയേ റെസ്റ്റ് എടുക്ക്, കൈ ശരിയാട്ടോ. നാളെയും കൂടെ ഞാൻ ലീവാണല്ലോ. എന്റെ കൈ ശരിയായി, എനിക്ക് വേദനയൊക്കെ കുറഞ്ഞല്ലോ. വേദന കുറഞ്ഞത് നന്നായിട്ട് റെസ്റ്റ് എടുത്തോണ്ടാണ്, മനസ്സിലായോ? 2 ദിവസം കൂടെ റെസ്റ്റ് എടു, അപ്പം പെട്ടെന്ന് സുഖം. ഇപ്പൊ തന്നെ നല്ല വേദന മാറിയല്ലോ, കുഴപ്പമില്ല. എന്തോന്ന് മണി? അച്ഛ അതെ, എന്റെ ബോക്സിങ്ങിന്റെ അവിടെ നല്ലൊരു ഓർത്തോ ഡോക്ടർ ഉണ്ട്. അമ്മ അവിടെ കൊണ്ട് കാണിക്കാം. അതെ, ഇനിയിപ്പോ എനിക്ക് വേദനയൊക്കെ കുറഞ്ഞല്ലോ. അയ്യോ വേദന കുറഞ്ഞാലും ചിലപ്പോ നീരുണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അതെ മണി, പിള്ളേര് പറഞ്ഞ ശരിയാ. ഡോക്ടർ പറഞ്ഞ ഞാൻ പറഞ്ഞു നിലത്തൊന്ന് വീണ കാര്യം. അപ്പൊ പറഞ്ഞു എന്തായാലും നേരിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, പെട്ടെന്ന് കാണിക്കണം. എന്റെ മക്കളെ ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ തന്നെ വേദനയൊക്കെ കുറഞ്ഞു. ഒന്നുമില്ല നമ്മ പറഞ്ഞോ. ഇല്ല അവര് പറഞ്ഞല്ലേ, എന്തായാലും മണി ഡോക്ടറെ കാണാം. ഇല്ലെന്ന് ഉണ്ട്, പ്രശ്നമുണ്ട്. 2 ദിവസം കൂടി മുറിവെണ്ണിട്ട് ഞാൻ മാറാമെന്നുള്ള പ്രശ്നമുള്ളൂ. വേണമെങ്കിൽ കുറച്ച് ചൂട് കൂടെ പിടിക്കാം. ഒന്നും ശരിയാവൂല. മുറിവെണ്ണ അതൊന്നും പറ്റൂല. എന്തായിരുന്നാലും ഒന്ന് കാണാം, ഒരു എക്സ്റേ. ഡോക്ടർ പറഞ്ഞല്ലേ, ഓർത്തോ ഡോക്ടറാണ് പറഞ്ഞത്. ഓർത്തോ ഡോക്ടർ കാശ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പലതും പറയും. അയ്യോ എന്തോന്നമ്മ, അങ്ങേര് ഫീസ് വളരെ തുച്ഛമായിട്ടാണ് പറയുന്നത്. നല്ല ഡോക്ടറാന്നാ ഞാൻ കേട്ടത്. അത് കുഴപ്പമില്ല, ഫീസിന്റെ കാര്യം നോക്കണ്ട, നമുക്ക് കാണിക്കാം. അത് നമുക്ക് പിന്നെ നോക്കാം, കുറഞ്ഞില്ലെങ്കിൽ പിന്നീട് പോവാം. അല്ല പിന്നെ എന്ന് പറഞ്ഞ് കുറെ നേരമായി പറയാൻ തുടങ്ങി. അത് ഇപ്പൊ തന്നെ അതുപോലെ എന്നും അച്ഛൻ ഇങ്ങനെ ലീവ് എടുത്ത് നിൽക്കാൻ പറ്റുമോ? ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ പിന്നെ അതിനെ പറ്റി ചിന്തിക്കേണ്ട, നമുക്ക് പിന്നീട് ആലോചിക്കാം. എനിക്ക് ഭയങ്കര തലവേദന. ഉറങ്ങിട്ട് പോയിട്ട് അപ്പൊ തലയ്ക്ക് തന്നെ ഇടി കിട്ടി കാണും. ഇനി ന്യൂറോളജിയെ കൊണ്ട് കാണിക്കണം. MRI സ്കാനിങ് എടുക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെലവാണ് ഇനി. അമ്മ ഇപ്പൊ കൈവേദന, തലവേദന, കുറച്ച് കഴിയുമ്പോഴേക്കും നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും MRI സ്കാനിങ്ങിന് 12,000 രൂപയെങ്കിലും ഞാനും ഇടാച്ചാ. പിന്നെ മണിക്കുട്ടൻ മാമനെ അറിയിക്കണം. മാമനൊക്കെ അറിയിക്കണ്ടേ? വീട്ടിൽ വിളിച്ച് പറയണം, എന്തെങ്കിലും സംഭവിച്ചോയല്ലോ. രാമനെ കൂടെ വിളിക്കാം. എന്റെ കൈക്ക് ഒരു പ്രശ്നമില്ല. അതൊന്നും ഇല്ലാത്ത ഇപ്പൊ എന്റെ കൈക്ക് പ്രശ്നം വീണാലല്ലേ പ്രശ്നം വരുള്ളൂ. നീ വീണില്ലേ? 2 ദിവസമായിട്ട് വേദനയായിട്ട് അനുഭവിക്കല്ലേ? സത്യം പറയട്ടെ,
ഞാൻ ശരിക്കും വീണില്ല, ഞാൻ വീണതായിട്ട് അഭിനയിച്ചതാ. കണ്ടോ? തോന്നിയേ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ വെറുതെ ഇട്ടോണ്ട് നടക്കായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായതേ ഇല്ല. അഭിനയിച്ചതാണല്ലേ? രവിയേട്ടാ, അത് പിന്നെ രവിയേട്ടൻ എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം ഇവരെ ഷീബയുടെ കാര്യമൊക്കെ കേട്ടപ്പോ. അപ്പൊ എന്റെ മനസ്സിൽ ആ ഒരു ടെൻഷൻ മാറ്റാനായിട്ട്, ആ ഒരു ക്വസ്റ്റ്യൻ മാറ്റാനായിട്ട്, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്റെ മനസ്സിൽ തോന്നിയ ബുദ്ധിയാണിത്. പരീക്ഷിച്ചത് മണി. വല്ലവരുടെയും കാര്യം ഓർത്തിട്ട് ഈ പിള്ളേര് വല്ല തമാശ പറഞ്ഞ കേട്ടോണ്ട് നീ ഇങ്ങനെ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ വണ്ടികളാണെന്ന് അല്ല വിചാരിച്ചല്ലേ. ഇപ്പൊ മനസ്സിലായ സ്നേഹമുണ്ടോ? രവിയേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് മനസ്സിലായി, എന്റെ മക്കൾക്കും എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് മനസ്സിലായി. അയ്യോ, ഫോൺ കോളിലാണ് ഇവള് പൊക്കിയത്. ഷീബാന്റെ വിളിച്ചില്ലേ, ഞാൻ കേട്ടായിരുന്നു. ഇവള് എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, ഞങ്ങളുടെ കാര്യം പോട്ടെ, അച്ഛൻ എങ്ങനെ മനസ്സിലായേ? അതാ അത് മക്കളെ, രാവിലെ ആഹാരം കഴിക്കുമ്പോ ഇവർക്ക് ഞാൻ വാരി കൊടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ വെള്ളം എടുക്കാനായിട്ട് ഇടയ്ക്ക് പോയപ്പോ ഇവളെ എടുത്ത് കഴിക്കുന്നു. ഇത് മാറ്റിയിട്ട് ഞാൻ കണ്ടു. എന്നാ പിന്നെ അപ്പൊ തന്നെ ചോദിക്കാത്തുണ്ട്. പിന്നെ പറഞ്ഞില്ല എവിടെ വരെ പോകുന്നു നോക്കാന്ന് വെച്ച് പിന്നെ ഇവളത് എൻജോയ് ചെയ്യല്ലേ. തന്നെയാവല്ലേ ഇവളാണെങ്കിലല്ലേ എല്ലാ പണിയും എപ്പോഴും ചെയ്യല്ലേ. അപ്പം ഇനി 2 ദിവസം ഞാൻ ചെയ്യാലോ, അതിന് എനിക്കൊരു അവസരം കിട്ടിയല്ലോ. സ്നേഹം. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാല്ലോ. അല്ല, എന്നെ ഡിവോഴ്സ് ചെയ്യൂല. ഡിവോഴ്സ് ചെയ്യാനാ? എങ്കിൽ പിന്നെ ഞാൻ ജീവിക്കണോ?